Good morning, sir. Welcome to the show. Morning, Andla. Morning, viewers. യെസ് സർ, ആദ്യം തന്നെ യു എസിലേക്ക് പോയി നോക്കാം. യു എസിനെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ശക്തമായിട്ട്, അതായത് ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ പോലും ഫെഡിന്റെ ഒരു തീരുമാനത്തെ തുടർന്നൊരു സെൽ ഓഫ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഹൈയിൽ നിന്നൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നലത്തെ വ്യാപാരത്തിൽ വീണ്ടും ഉയരങ്ങളിലേക്ക് കുതിക്കുന്ന സൂചികകളെയായിരുന്നു കണ്ടത്. പ്രത്യേകിച്ചും ഡൗ ജോൺസ് തന്നെയായിരുന്നു അതിൽ എടുത്തു പറയേണ്ടത്. ഡൗ ജോൺസ് ചരിത്രത്തിൽ ആദ്യമായി 42,000 എന്നൊരു മാർക്കും മറികടന്നുകൊണ്ടാണ് മുന്നോട്ടേക്ക് നീങ്ങിയിരിക്കുന്നത്. പുതിയൊരു ഓൾ ടൈം ഹൈയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം നാസ്ഡാക്ക് കോമ്പോസിറ്റ് സൂചികയിലും ഏകദേശം ശക്തമായിട്ടൊരു മുന്നേറ്റം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ വിപണികളെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഈ ഒരു ബുൾ റാലി തുടരും എന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നതോ ഏതെങ്കിലും തരത്തിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, നമുക്ക് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ അമേരിക്കൻ വിപണിയിൽ ഒത്തിരി വോളറ്റിലിറ്റി കാണാനിടയായി. അമേരിക്കൻ വിപണിയിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, സെപ്റ്റംബർ 11 ആയിരുന്നു നമുക്കൊരു മേജർ ബോട്ടം നമുക്ക് നൽകിയത്. ഓൾമോസ്റ്റ് ഒരു 1.5 മാസത്തെ നീണ്ടു നിന്ന ഒരു കറക്ഷനെ തുടർന്നു. ആ ഒരു ബോട്ടം 11 നമുക്ക് നൽകിയത് ഇറ്റ്സ് എ വെരി സിഗ്നിഫിക്കൻറ്റ് ബോട്ടം. ആൻഡ് അത് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ പോകുന്നില്ല. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ കണ്ട ആ ഒരു വോളറ്റിലിറ്റിയെ തുടർന്ന് ഇന്നലെ വളരെ ശക്തമായിട്ടായിരുന്നു ഡൗ ജോൺസ് ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സ് ക്ലോസ് ചെയ്തത്. സോ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം എനിക്ക് തോന്നുന്നില്ല നാസ്ഡാക്കിലോ അല്ലെങ്കിൽ ഡൗ ജോൺസിലോ നമുക്കൊരു വീക്ക്നെസ് കാണാൻ സാധിക്കുമെന്ന്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ അടുത്ത 2 മേജർ ടാർഗറ്റ്സ്, ആദ്യത്തെ 42,300, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 42,800 പോയിന്റ്. ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടർന്നു. ഇന്നലെ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം വളരെ പോസിറ്റീവായിട്ട് തന്നെയായിരുന്നു ക്ലോസ് ചെയ്തത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട 2 റെസിസ്റ്റൻസ്, ആദ്യത്തെ 20,000 പോയിന്റും അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 20,300 പോയിന്റും. സർ, കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് എത്തുമ്പോഴേക്കും പ്രത്യേകിച്ചും WTI ക്രൂഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് $70 എന്നൊരു നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. നിലവിൽ WTI ക്രൂഡിന്റെ ഫ്യൂച്ചേഴ്സ് $70.96 എന്നൊരു നിലയിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബ്രെൻഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും $74.67 എന്നൊരു നിലയിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 2 സെഗ്മെന്റിലും നേരിയ തോതിലൊരു ഇടിവാണ് രേഖപ്പെടുന്നത്. എന്നിരുന്നാൽ പോലും മുൻപ്, അതായത് ഇന്നത്തെ ഒരു ട്രേഡിംഗിന്റെ ഏർലി അവേഴ്സിൽ ശക്തമായിട്ടൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ക്രൂഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, ക്രൂഡ് ഓയിലിന്റെ കേസിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിരുന്നു. ബട്ട് കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് കാണുന്ന ഒരു റിക്കവറിയെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡിന്റെ ബെയറിഷ്നെസ് റിവേഴ്സ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബുള്ളിഷായി മാറിയെന്ന് ഇപ്പോഴും വിലയിരുത്താൻ സാധിക്കുന്നില്ല. അറ്റ് ദിസ് പോയിന്റ് ന്യൂട്രലൈസ് ചെയ്തിരിക്കുന്നു. ആ ഒരു ബെയറിഷ് ട്രെൻഡ് ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആൻഡ് WTI ക്രൂഡിന്റെ മേജർ ഒരു റെസിസ്റ്റൻസ് ആദ്യത്തെ $74 കാണാൻ സാധിക്കുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സോ വി ഹാവ് ഗോട്ട് ടു വെയിറ്റ് ആൻഡ് വാച്ച്. അറ്റ് ദിസ് പോയിന്റ് നമുക്കൊരു ഷോർട്ട് പൊസിഷനോ ലോങ് പൊസിഷനോ എടുക്കാൻ ലോ റിസ്ക് ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റിയും ക്രൂഡിൽ കാണാൻ സാധിക്കുന്നില്ല. യെസ്, ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ ഗോൾഡിലേക്ക് നോക്കുമ്പോഴേക്കും, പ്രത്യേകിച്ചും ഗോൾഡ് ഫ്യൂച്ചേഴ്സിലേക്ക് നോക്കുമ്പോഴേക്കും ഒരു സൈഡ് വേസ് പാറ്റേൺ ആണ് മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും ഇന്നിപ്പോൾ ഒരു വളരെ ഫ്ലാറ്റ് നോട്ടിലാണ് ഗോൾഡ് ഫ്യൂച്ചേഴ്സിൽ വ്യാപാരം മുന്നോട്ട് പോകുന്നത്. നിലവിൽ ട്രോയ് ഔൺസിന് 2,617.1 എന്ന നിലയിലാണ് ഗോൾഡ് ഫ്യൂച്ചേഴ്സിൽ വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഗോൾഡിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, മെഞ്ഞാന്നത്തെ വ്യാപാരത്തിൽ നമുക്ക് സ്വർണത്തിന്റെ കേസിൽ എഗെയിൻ ഒരു ഹൈ വോളറ്റിലിറ്റി കാണാൻ സാധിച്ചു. പുതിയൊരു ഓൾ ടൈം ഹൈ $2,627 സ്വർണത്തിൽ കാണാൻ സാധിച്ചത്. സോ നമ്മുടെ ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് 2,627, 2,630 ഈ ഒരു റേഞ്ച് ആയിരിക്കും. അറ്റ് ദിസ് പോയിന്റ് നമുക്കൊരു ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. ബട്ട് നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷനിൽ പ്രോഫിറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ $2,570 ലെവലിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം.
യെസ് സർ. അതിനോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് കൂടി എത്തുകയാണ്. ഇന്നലത്തെ ഒരു ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സീസോ മൂവ്മെന്റ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു അമേരിക്കൻ സൂചികളുടെ അതേ ഒരു പാറ്റേൺ തന്നെയായിരുന്നു കണ്ടത്. റെക്കോർഡുകൾ മറികടന്നുകൊണ്ട് മുന്നേറുകയും ആ ഹൈ ലെവലിൽ നിന്ന് വളരെ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗിലെ ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്തുകൊണ്ട് മുന്നേറുന്ന ഒരു വിപണിയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും 25,415.8 എന്ന നിലയിലാണ് ഇപ്പോൾ ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ വിപണികളുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, ഇന്ത്യൻ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. അല്ല സൂചിപ്പിച്ചതുപോലെ നാച്ചുറലി നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ച ഒരു നല്ലൊരു പോസിറ്റീവ് സ്റ്റാർട്ട്, ബട്ട് ആ ഒരു ഗെയിൻസ് ഒന്നും നിലനിർത്താൻ സാധിച്ചില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെക്നോളജി സ്റ്റോക്സിൽ ഒത്തിരി വീക്ക്നെസ് കാണാൻ സാധിച്ചു. ആൻഡ് ഓൾസോ പബ്ലിക് സെക്ടർ സ്റ്റോക്സിലൊക്കെ കനത്ത സെല്ലിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്, പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റോക്സ് ആൻഡ് ഡിഫൻസ് സ്റ്റോക്സ്. സർ, അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി എത്തുകയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ട്, അതായത് നിഫ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു അല്പം കൂടി മെച്ചപ്പെട്ട പ്രകടനം തന്നെയായിരുന്നു നിഫ്റ്റി ബാങ്ക് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. 53,037.6 എന്ന നിലയിൽ 0.5% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി ബാങ്കിൽ ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും അഗെയിൻ നമുക്കൊരു മിക്സഡ് പാറ്റേൺ ആയിരുന്നു കാണാൻ സാധിച്ചത്. നമുക്ക് HDFC ബാങ്ക്, അതുപോലെ തന്നെ ICICI ബാങ്ക്, കോട്ടക് ബാങ്കിലൊക്കെ നമുക്ക് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ബട്ട് പബ്ലിക് സെക്ടർ ബാങ്ക്സിലൊക്കെ നമുക്ക് നിരാശയായിരുന്നു കാണാൻ സാധിച്ചത്. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക് മുതലായ സ്റ്റോക്സിലൊക്കെ നമുക്ക് PSU സ്റ്റോക്സിൽ വന്ന സെല്ലിങ്ങിനെ തുടർന്ന് ഈ സ്റ്റോക്സിലൊക്കെ സെല്ലിംഗ് പ്രഷർ നേരിടേണ്ടി വന്നു. ബട്ട് എങ്കിൽ പോലും നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് വളരെ ഒരു പോസിറ്റീവ് ക്ലോസ് ആയിരുന്നു നൽകിയത്. നൗ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഓൾ ടൈം ഹൈ ലെവൽ. ഇപ്പൊ നിലനിൽക്കുന്ന ഓൾ ടൈം ഹൈയിൽ 53,357. അത് നമുക്ക് ജൂലൈ 4 ആയിരുന്നു നമുക്ക് നൽകിയത്. മൈ എക്സ്പെക്ടേഷൻ താമസിക്കാതെ ആ ഒരു ഓൾ ടൈം ഹൈ ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടും. നിഫ്റ്റി ബാങ്കിങ് മേഖലയിൽ നമ്മൾ ഷോർട്ട് പൊസിഷൻസ് ഒന്നും തന്നെ ഇപ്പൊ എടുക്കാൻ ശ്രമിക്കരുത്. ആൻഡ് എസ്പെഷ്യലി നമ്മൾ ഓപ്ഷൻസിലൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. അതിനോടൊപ്പം നിഫ്റ്റി ബാങ്കിൽ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് വരുമ്പോഴേക്കും IDFC ഫസ്റ്റ് ബാങ്കിൽ ഇന്നലെ നല്ലൊരു മൂവ്മെന്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 1.42% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് IDFC ഫസ്റ്റ് ബാങ്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് കാര്യമായിട്ടുള്ളൊരു മുന്നേറ്റം രേഖപ്പെടുത്താത്ത ഒരു ഓഹരി കൂടിയാണ് IDFC ഫസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു സെപ്റ്റംബറിലായിരുന്നു ഒരു 52 വീക്ക് ഹൈയിലേക്ക് ഈ ഒരു ഓഹരി ഉയർന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് പലപ്പോഴും നിഫ്റ്റി ബാങ്ക് അടക്കമുള്ള സൂചികൾ വലിയ മുന്നേറ്റം ഉണ്ടായപ്പോൾ പോലും IDFC ഫസ്റ്റ് ബാങ്ക് ഓഹരികൾ അതിന്റെ ഒരു റിഫ്ലക്ഷൻ കാണാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ IDFC ഫസ്റ്റ് ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അതിന്റെ ഒരു ബെയറിഷ് ട്രെൻഡ് അവസാനിച്ചുവോ? ഇപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ലോ റിസ്ക് ബൈയിങ് അവസരം താങ്കളുടെ ഒരു വിലയിരുത്തലുണ്ടോ? IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് IDFC ഫസ്റ്റ് ബാങ്ക്. ബട്ട് IDFC ഫസ്റ്റ് ബാങ്ക് നോക്കുമ്പോഴേക്കും നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഓഗസ്റ്റ് 14 ഒരു മേജർ ബോട്ടം നമുക്ക് കാണാൻ സാധിച്ചു, 70 രൂപ 50 ലെവലിൽ. അതിനെ തുടർന്ന് ഇറ്റ് ഹാസ് ബീൻ കൺസോൾഡേറ്റിംഗ് ഓൾമോസ്റ്റ് ഒരു മാസമായിട്ട് നമുക്കൊരു കൺസോൾഡേഷനെ കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു 70 രൂപ 50 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമ്മളൊരു അല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കണം. ഈ ഒരു പൊസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് വി ആർ ഗോയിങ് ടു ടേക്ക് എ ലോ റിസ്ക് ബെറ്റ് എഗൻസ്റ്റ് ദ ട്രെൻഡ്. അപ്പോൾ ബട്ട് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിന് ശേഷം നമ്മളൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 75 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെ 75ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് 79 രൂപയായിരിക്കും. അതിനോടൊപ്പം തന്നെ മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് ഹാവൽസ് ഇന്ത്യയാണ്. ഹാവൽസ് ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്നലെ ഒരു 0.5% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1998.6 എന്ന നിലയായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സെപ്റ്റംബർ 13 പുതിയൊരു 52 വീക്ക് ഹൈയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാര്യമായ തോതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈ ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഏകദേശം ഒരു സെപ്റ്റംബർ 6 ശേഷം സെപ്റ്റംബർ 9 ശേഷം ശക്തമായിട്ടൊരു ബൈയിങ് ഇൻവെസ്റ്റും ഈ ഓഹരിയിൽ കടന്നു വന്നിട്ടുണ്ട്. ഹാവൽസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഹാവൽസിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു.
ആൻഡ് എൻ്റെ ഒരു പ്രതീക്ഷ താമസിക്കാതെ തന്നെ ഈ സ്റ്റോക്കിൽ നമുക്ക് വീണ്ടും ഒരു പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കും. നമുക്ക് കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1960 രൂപയിലായിരിക്കാം നമ്മുടെ സ്റ്റോപ്പ്. ഈ സ്റ്റോക്കിന്റെ 2 മേജർ ടാർഗറ്റ്സ് എനിക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യത്തെ 2040, അതിനെ തുടർന്ന് 2090 രൂപയിൽ. സർ, ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് സീന എന്ന പ്രേക്ഷകർ ഹെറിറ്റേജ് ഫുഡ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 1% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹെറിറ്റേജ് ഫുഡ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ ഹെറിറ്റേജ് ഫുഡ്സ് നമുക്ക് ആ ഇലക്ഷൻ ടൈമിലായിരുന്നു വലിയൊരു മുന്നേറ്റം നൽകിയത്. ബട്ട് ഇലക്ഷൻ റിസൾട്ട്സ് അനൗൺസ് ചെയ്തതിനു ശേഷം കഴിഞ്ഞ 3 മാസമായിട്ട് ഈ സ്റ്റോക്ക് ഒരു സൈഡ് വേസ് പാറ്റേൺ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു സൈഡ് വേസ് പാറ്റേണിൽ നിന്നും ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ 615 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആൻഡ് നമ്മൾ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 540 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ കാസ്ട്രോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കാസ്ട്രോൾ ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം ടേക്ക് എന്താണ്? കാസ്ട്രോൾ ഇന്ത്യയിലെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ ഒത്തിരി വീക്ക്നെസ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 240 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് നമുക്കൊരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. മറ്റൊരു പ്രേക്ഷകൻ തൻല പ്ലാറ്റ്ഫോംസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. തൻല പ്ലാറ്റ്ഫോംസ് ഇന്നലെ 1% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? തൻല പ്ലാറ്റ്ഫോംസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കഴിഞ്ഞ മാർച്ചിന് ശേഷം ഈ സ്റ്റോക്ക് ഒരു സൈഡ് വേസ് പാറ്റേണിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്ന 990 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കുക. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 860 രൂപയിൽ നമ്മൾ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ടാറ്റ ടെക്നോളജീസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. ടാറ്റ ടെക്നോളജീസിൽ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 1061.9 എന്നൊരു നിലയിലാണ്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ ടാറ്റ ടെക്നോളജീസിൽ നമുക്ക് കഴിഞ്ഞ ഒരു മാസത്തിനിടെ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിച്ചു. ആൻഡ് ഈ സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ചയായിരുന്നു 1120 രൂപയിൽ വളരെ മേജറായിട്ട് ഒരു ടോപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമ്മുടെ വളരെ ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുകയാണെങ്കിൽ അതൊരു സൈഡ് വേസ് പാറ്റേൺ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1038 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്നത്തെ വ്യാപാരത്തിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ ഇർക്കോൺ ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇർക്കോൺ ഇന്റർനാഷണൽ ഇന്നലെ 224.4 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തോമസ് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ഇർക്കോൺ ഇന്റർനാഷണലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലത്തെ വ്യാപാരത്തിലും നമുക്ക് റെയിൽവേ സ്റ്റോക്സ്, ഡിഫൻസ് സ്റ്റോക്സ്, പബ്ലിക് സെക്ടർ സ്റ്റോക്സ് ഇതിലൊക്കെ ആയിരുന്നു നമുക്ക് വളരെ ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചത്. ആൻഡ് ഇർക്കോണും ആ ഒരു ലിസ്റ്റിൽ പെടുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇർക്കോണിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 210 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ 250 രൂപയുടെ മുകളിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ സുസ്ലോണുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഏകദേശം 0.5% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാജു എന്ന പ്രേക്ഷകനാണ് സുസ്ലോണെ സംബന്ധിച്ചൊരു ക്വറി ചോദിച്ചിരിക്കുന്നത്. സുസ്ലോണിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സുസ്ലോണിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസ് നോക്കുമ്പോഴേക്കും ഒരു ചെറിയൊരു കൺസോൾട്ടേഷനാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 75 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇന്നത്തെ വ്യാപാരത്തിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ബുള്ളിഷ് ട്രിഗർ 85 രൂപയിലാണ് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രേക്ഷകനായ സന്തോഷ് ജുബീലിയൻ ഫാർമയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഏകദേശം 2% ഇടിവിലായിരുന്നു ജുബീലിയൻ ഫാർമ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ജുബിലൻ ഫാർമ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തുടരുന്നു. നമുക്ക് കഴിഞ്ഞ ഒരു മാസത്തിൽ 40% മുകളിലായിരുന്നു ഈ സ്റ്റോക്ക് റിട്ടേൺ നൽകിയത്.
ആൻഡ് ഈ സ്റ്റോക്ക് ഒരു പുതിയ ഓൾ ടൈം ഹൈ നമുക്ക് നൽകിയത് സെപ്റ്റംബർ 16 1247 അതിനെ തുടർന്ന് നമുക്കൊരു വളരെ ഹെൽത്തി ആയിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. സോ നമ്മൾ പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. ഈ സ്റ്റോക്കിന്റെ ആദ്യത്തെ ഒരു മേജർ സപ്പോർട്ട് കാണുന്നത് 1040 രൂപ. ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. മറ്റൊരു പ്രേക്ഷകൻ BPCLുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. BPCL ഇന്നലെ 3% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? BPCL ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് അൺഫോർച്ചുനേറ്റ്ലി ബെയറിഷ് ആയി മാറിയിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രധാന കാരണം ഒരുപക്ഷെ കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ ക്രൂഡ് ഓയിൽ കണ്ട റിക്കവറിയെ തുടർന്ന് ആയിരിക്കണം. ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 318 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, മറ്റൊരു പ്രേക്ഷകൻ BELുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. BELിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ഭാരത് ഇലക്ട്രോണിക്സ് അഗെയിൻ ഒരു ഡിഫൻസ് സ്റ്റോക്കാന്നുള്ള ഒരു കാര്യം മറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ ഡിഫൻസ് ആൻഡ് റെയിൽവേ സ്റ്റോക്സിലായിരുന്നു നമുക്ക് ഏറ്റവും ശക്തമായിട്ടൊരു സെൽ ഓഫ് കാണാൻ സാധിച്ചത്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 240 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇന്നത്തെ വ്യാപാരത്തിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ അദാനി ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 0.5% നേട്ടത്തിലായിരുന്നു അദാനി ഗ്രീൻ എനർജി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അഡാനി ഗ്രീൻ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരു അല്പം സൈഡ് വേസ് ടു ബുള്ളിഷ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് 2010 രൂപയിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ 140 രൂപയുടെ നേട്ടം നമുക്ക് ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി പ്രതീക്ഷിക്കാം. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 2240 രൂപയിലായിരിക്കും. മറ്റൊരു പ്രേക്ഷകൻ ടൊറന്റ് പവറുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ടൊറന്റ് പവറിനെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ഇന്നലെ ഏകദേശം ഒരു 4.5% ഇടിവിലായിരുന്നു ഈ ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ടൊറന്റ് പവറിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇൻഫാക്ട് സ്റ്റോക്ക് നമുക്ക് മിഞ്ഞാന്നത്തെ വ്യാപാരത്തിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ ആയിരുന്നു നൽകിയത്. ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു ചെറിയ നേരിയ ഇടിവ് ഇസ് ഓൺലി പ്രോഫിറ്റ് ടേക്കിംഗ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ RVNLുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 3% ഇടിവിലായിരുന്നു RVNL ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിജിത്ത് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. RVNLുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, ഇന്ന് ഒത്തിരി നമ്മുടെ ചോദ്യങ്ങൾ വരുന്നത് പബ്ലിക് സെക്ടർ, ഡിഫൻസ്, റെയിൽവേ സ്റ്റോക്സിലായിരുന്നു. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൺഫോർച്ചുനേറ്റ്ലി റെയിൽവേ സ്റ്റോക്സ്, ഡിഫൻസ് സ്റ്റോക്സ്, പബ്ലിക് സെക്ടർ സ്റ്റോക്സിലൊക്കെ ഒത്തിരി വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. റെയിൽ വികാസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 490 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ ഈ സ്റ്റോക്ക് 550 രൂപയുടെ മുകളിൽ ട്രേഡ് ചെയ്യപ്പെടണം. ഇന്നത്തെ വ്യാപാരത്തിൽ അത് നടക്കാനുള്ള ചാൻസസ് വളരെ വളരെ കുറവാണ്. മറ്റൊരു പ്രേക്ഷകൻ ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തലാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 4.5% ഇടിവിലായിരുന്നു ചോദിച്ചിരിക്കുന്നത്. ഏതായാലും നിരവധി പ്രേക്ഷകർ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ PSU സ്റ്റോക്സ് തന്നെയാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ PSU സ്റ്റോക്സിലുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ കൂടി പങ്കുവെക്കാമോ? അല്ല, PSU സ്റ്റോക്സിലൊക്കെ തന്നെ ലോങ് ടേം ട്രെൻഡ് പലതിലും ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ഓൾമോസ്റ്റ് ഞാൻ ഫോളോ ചെയ്യുന്ന ഓൾമോസ്റ്റ് എവറി സിംഗിൾ പബ്ലിക് സെക്ടർ സ്റ്റോക്കിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി കാണാൻ സാധിക്കുന്നത്. ഹഡ്കോയുടെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും ഹഡ്കോ വളരെ മേജർ സപ്പോർട്ടായിട്ടുള്ള 220 രൂപയുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. 220-ലായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 220-ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിലെ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ 250 രൂപയുടെ മുകളിൽ ഈ സ്റ്റോക്ക് റിവേഴ്സ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്കൊരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കത്തുള്ളൂ.
യെസ്, മറ്റൊരു പ്രേക്ഷകൻ ABB ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 3% ഇടിവിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ലിജു എന്ന പ്രേക്ഷകനാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ABB ഇന്ത്യ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് ഇതിന്റെ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സ്റ്റോപ്പ് ലോസ് 7,050 രൂപ. ആൻഡ് നമ്മൾ ഈ സ്റ്റോക്കിൽ തൽക്കാലം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ബുള്ളിഷ് ട്രിഗർ 8,000 രൂപയായിരിക്കണം. 8,000 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കും. ABBയോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു സ്റ്റോക്ക് സീമെൻസ് ഇന്ത്യ. സീമെൻസ് ഇന്ത്യയും കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് സിമിലർ ട്രേഡിംഗ് പാറ്റേൺ, ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്കൊരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. സീമെൻസിന്റെ കേസിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 6,400 രൂപയിലായിരിക്കാം നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഈ ഒരു സ്റ്റോക്കിന്റെ ബുള്ളിഷ് ട്രിഗർ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് 6,900 രൂപയിൽ. വിമൽ എന്ന പ്രേക്ഷകൻ സെൻട്രൽ ഡിപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ് അഥവാ CDSLുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 0.5% ഒരു മുന്നേറ്റം രേഖപ്പെടുത്താനായിട്ട് ഈ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. CDSL ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? CDSLന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് നമുക്കൊരു മേജർ വീക്ക്നെസ് ഒന്നും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും നമ്മുടെ കൈവശം ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1,400 രൂപയുടെ ലെവലിൽ ശ്രദ്ധിച്ചിരിക്കുക. 1,400ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം ലഭിക്കണമെങ്കിൽ 1,600 രൂപയുടെ മുകളിൽ ഇത് ട്രേഡ് ചെയ്യണം. അമീർ എന്ന പ്രേക്ഷകൻ IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 2% ഇടിവിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. IRBയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? IRB ഇൻഫ്ര ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ളൊരു കാര്യം മറക്കരുത്. ആൻഡ് ഈ സ്റ്റോക്കിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 57 രൂപ 50 പൈസയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ 65 രൂപയുടെ മുകളിൽ ഇത് ക്ലോസ് ചെയ്യണം. ിയാക്കുന്നതിന് മുമ്പ് അവസാനമായി തൗഫീഖ് എന്ന പ്രേക്ഷകൻ NTPCയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. NTPCയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? NTPCയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് ഇന്നലത്തെ ട്രേഡ് ശ്രദ്ധിക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ സ്റ്റോക്ക് ഇന്നലെ പുതിയൊരു ഓൾ ടൈം ഹൈ ആയിരുന്നു നമുക്ക് നൽകിയത്. ബട്ട് ആ ഓൾ ടൈം ഹൈ നിലനിർത്താൻ സാധിച്ചില്ല. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 410 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. യെസ്, താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. ഏതായാലും ഇന്നത്തെ നമ്മളുടെ ഒരു ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് ആണ് എത്തുന്നത്. സമയപരിമിതി മൂലമാണ് എല്ലാ ക്വയറീസും അഡ്രസ് ചെയ്യാൻ സാധിക്കാത്തത്. ഏതായാലും പ്രദീപ് സാർ വീണ്ടും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് കഴിവതും ക്വയറീസ് എല്ലാം തന്നെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഏതായാലും മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും ഒപ്പം തന്നെ എക്സ്പെർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.